ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. ആറന്മുള വിമാനത്താവളത്തിനായി മിച്ചഭൂമി വിട്ടുനൽകാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. നെൽവയൽ നീർത്തട നിയമത്തിലും ഇളവ് നൽകിയേക്കും. നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനം. വിമാനത്താവള കമ്പനിയിൽ 10% ഓഹരി സർക്കാരിനെന്ന് മന്ത്രി കെ ബാബു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സർവകക്ഷി യോഗം വിളിക്കും. കേന്ദ്ര വിജ്ഞാപനം വരും മുമ്പ് റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. കെ എം മാണി പ്രധാനമന്ത്രിയായാലും കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കേണ്ടി വരുമെന്ന് പി ടി തോമസ്. തെമ്മാടിയെയും തേക്കുതടിയെയും പോലെ ആകരുത് ബിഷപ്പുമാരെന്ന് വെള്ളാപ്പള്ളി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആര് എപ്പോൾ എവിടെ ചാടുമെന്ന് പറയാനാകില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. എല്ലാവരും വേലിപ്പുറത്ത് തന്നെയെന്നും കുഞ്ഞാലിക്കുട്ടി. UDFന്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തി മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി ചർച്ച ചെയ്തു. സരിതയെ പീഡിപ്പിച്ച മന്ത്രിമാരുടെ ദൃശ്യങ്ങൾ പുറത്തുവരും മുമ്പ് അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് VS അച്യുതാനന്ദൻ. ജനങ്ങളെയും നീതി നിർവഹണ സംവിധാനത്തെയും തെറ്റിദ്ധരിപ്പിച്ചതിന് ഉമ്മൻചാണ്ടി മാപ്പ് പറയണമെന്നും VS. തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന് VS വിലയിരുത്തണമെന്ന് മന്ത്രി AP അനിൽകുമാർ. കൊച്ചി ക്രിക്കറ്റ് ലഹരിയിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിനത്തിന് കലൂർ സ്റ്റേഡിയം ഒരുങ്ങി. സച്ചിൻ പവലിയൻ മഹേന്ദ്ര സിംഗ് ധോണി ആരാധകർക്ക് സമർപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആര് എപ്പോൾ എവിടെ ചാടുമെന്ന് പറയാനാകില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. എല്ലാവരും വേലിപ്പുറത്ത് തന്നെയാണ്. UDFന്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തി സംസ്ഥാന സമിതി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDFൽ അല്പം കൂടി ഇംപ്രൂവ് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് സംബന്ധിച്ചൊക്കെ പല ചർച്ചകളും നടന്നിരിക്കാം. അസംതൃപ്തിയൊക്കെ ചർച്ചയിൽ വന്നിരിക്കാം. എന്ന് വിചാരിച്ചാൽ ഒറ്റ ചാട്ടം ചാടാൻ പോകുകയാണെന്നാണോ എൻ്റെ അർത്ഥം? ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ആരെവിടേക്കൊക്കെ ചാടും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാവരും വേലിപ്പുറത്തിരിക്കും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഉയർന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് പിറകെയാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ നേരത്തെ കണ്ട അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. മുസ്ലിം ലീഗ് നേതാവും MLA-യുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ് കൊല്ലത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. മാധ്യമപ്രവർത്തകനായ MG രാധാകൃഷ്ണൻ, CPM നേതാവ് MV ജയരാജൻ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അബ്ദുറഹ്മാൻ രണ്ടത്താണി, മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതിയിൽ UDFനോടുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കപ്പെട്ടു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അത് ഇന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിഷേധിക്കുകയും ചെയ്തില്ല. എല്ലാ കാലവും ഒരേ മുന്നണിയിൽ തന്നെ തുടർന്നോളണം എന്ന നിർബന്ധം പാടില്ല എന്ന തരത്തിൽ ലീഗ് പ്രവർത്തക സമിതിയിൽ ചർച്ചയുയർന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു. അത് നിഷേധിക്കപ്പെട്ടിട്ടുമില്ല. എന്താണ് ഇത്തരം ചർച്ചകൾ ഉയരാനുള്ള സാഹചര്യം? ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ അഭിപ്രായ പ്രകടനം നടത്താനിടയായ സാഹചര്യം? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി ചർച്ച ചെയ്തത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മുസ്ലിം ലീഗ് പാർട്ടി ആ വിഷയവുമായി ഏറെ മുന്നോട്ട് പോവുകയും ഞങ്ങളുടെ ലോക്സഭാ മണ്ഡലങ്ങളിലെ കൺവെൻഷൻ വരെ ആരംഭിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് ഉയർത്തുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് താങ്കളുടെ സാങ്കേതിക തടസ്സങ്ങളുണ്ട്, താങ്കളിലേക്ക് മടങ്ങി വരാം. ലാലി വിൻസെന്റ്, മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിൽ ഉയർന്ന ചർച്ചയെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് നിഷേധിക്കുകയുണ്ടായില്ല. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ലീഗ് നേതാക്കൾ ആരും തന്നെ ഇത്തരം ചർച്ചകൾ അവിടെ നടന്നിട്ടില്ല എന്ന് പറയുകയുണ്ടായില്ല. UDF നേതൃത്വത്തോട്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തോട് തങ്ങൾക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായ ഭാഷയിൽ പറയുകയല്ലേ മുസ്ലിം ലീഗ് ചെയ്തത് യഥാർത്ഥത്തിൽ? മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് എന്നും നല്ല സഹവർത്തിത്വം പുലർത്തുന്ന സംഘടനയാണ്. മുസ്ലിം ലീഗിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് UDFൽ പറയും എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. UDFൽ സംസാരം ഉണ്ടായിട്ടുണ്ടാവാം, ചർച്ചയുണ്ടായിട്ടുണ്ടാവാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം UDFൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് UDFൽ തന്നെ പറഞ്ഞു തീർക്കും എന്നാണ്. UDFൽ അക്കാര്യങ്ങൾ പറഞ്ഞു തീർക്കും എന്നല്ല ഇന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്.
മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി ചേർന്നപ്പോൾ UDFിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തി അവിടെ ചർച്ചയായി എന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ ചർച്ച ചെയ്യാൻ അവർക്ക് അവകാശമുണ്ടല്ലോ. UDFിൻ്റെ ഘടകകക്ഷികൾക്ക് കോൺഗ്രസിനോടും കോൺഗ്രസ്സിന് ഘടകകക്ഷികളോടും ആശയവിനിമയം ചെയ്യുന്ന വേദിയാണ് UDFിൻ്റെ യോഗവേദികൾ. അവിടെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറയാമല്ലോ. അത് വെച്ചിട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് പിണങ്ങുന്നുവോ എന്ന് ശങ്കിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ, എല്ലാവരും വേലിപ്പുറത്തിരിക്കുന്നു എന്നൊക്കെയാണ്. ഞാനതിനെ വളരെ നർമ്മഭാവത്തിൽ കാണുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ന് വരെ കോൺഗ്രസ് മുസ്ലിം ലീഗിന് നൽകിയിട്ടുള്ള അംഗീകാരവും സഹകരണവും സഹവർത്തിത്വവും മുസ്ലിം ലീഗിൻ്റെ ഓർമ്മയിലുള്ള കാലത്തോളം മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിട്ട് മറ്റെന്തെങ്കിലും ചെയ്യുമെന്ന് ചിന്തിക്കാൻ വയ്യ. അങ്ങനെ ഇപ്പോൾ ലാലി വിൻസെന്റ് സൂചിപ്പിച്ചത് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് നടത്തിയ പരാമർശങ്ങളെ ഒരു നർമ്മഭാവത്തിൽ കണ്ടാൽ മതി എന്നാണ്. നർമ്മഭാവത്തിൽ മാത്രം കണ്ടാൽ മതിയെന്നാണോ ലീഗിനും തോന്നുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് പാർട്ടി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവപൂർവ്വം കാണുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പാർട്ടി വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി കൺവെൻഷനുകൾ പൂർത്തിയായി വരുന്നു. അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ശ്രീമതി സോണിയാജിയെ കണ്ട് ഞങ്ങൾ ഈ കാര്യം ധരിപ്പിച്ചതായിരുന്നു. കോൺഗ്രസ് നേതൃത്വം വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴേ ഐക്യജനാധിപത്യ മുന്നണിക്ക് വളരെ ശക്തമായി മുന്നോട്ട് ചലിക്കാൻ കഴിയും. അതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നില്ല എന്ന വിലയിരുത്തൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട്. അതുതന്നെയാണ് ലീഗ് പ്രവർത്തക സമിതിയിൽ തുറന്നു പറയപ്പെട്ടതും. അതുകൊണ്ടാണ് ഇടതുമുന്നണിയുമായി എല്ലാ കാലത്തും അകലം പാലിക്കേണ്ടതില്ല എന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായതും. എല്ലാം ഐക്യജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗ് മുന്നണിയുടെ ഘടകകക്ഷിയായി നിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ മുന്നണിയുമായി അകലം പാലിക്കേണ്ടതില്ല, അകലം എന്ന് പറയുന്ന ആ രീതിയല്ല. അതിനെ മറ്റൊരു രീതിയിൽ മറ്റാരോ വ്യാഖ്യാനിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായമല്ലല്ലോ അത് വാർത്താ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചതാണ്. ഞങ്ങൾ കൃത്യമായ നിലപാടുകൾ ഞങ്ങളുടേത് പറഞ്ഞു. വാർത്താ മാധ്യമങ്ങൾ അത്തരത്തിൽ വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നു. പക്ഷേ അത്തരം റിപ്പോർട്ടുകൾ നിഷേധിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ല. ഇന്ന് അതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് UDFിൽ അതൃപ്തിയുണ്ട്, അക്കാര്യങ്ങൾ ലീഗ് നേതൃയോഗത്തിൽ ചർച്ച ചെയ്തു, എല്ലാവരും വേലിപ്പുറത്താണ് എന്നൊക്കെ നർമ്മഭാവത്തിൽ എന്ന് ലാലി വിൻസെന്റ് സൂചിപ്പിക്കുന്ന വിധത്തിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ, ഒന്ന് മുന്നണിയിൽ വേണ്ടത്ര തൃപ്തികരമായ രീതിയിൽ മുന്നണി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊരിടത്തേക്ക് പോവുക എന്നല്ല. മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കം നടത്തണമെന്നുള്ള എല്ലാവരോടുമുള്ള ഒരു താക്കീതാണ് നൽകുന്നത്. അപ്പുറത്തേക്ക് പോവുക എന്നതല്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം, വേലിപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം വളരെ സങ്കീർണമാണ്. കാരണം വർഗീയ ശക്തികൾ എല്ലാ കോപ്പുകൂട്ടിയും മതേതര ശക്തികൾക്കെതിരെ ആഞ്ഞടിക്കാനിരിക്കുകയാണ്. അതിനുള്ള എല്ലാ മാർഗങ്ങളും അന്വേഷിക്കുന്നു. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ പിന്നീട് മതേതര കക്ഷികൾക്കിടയിൽ തന്നെ അതോടൊപ്പം തന്നെ പ്രാദേശിക കക്ഷികൾക്കിടയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള രാഷ്ട്രീയമായ ഗതിമാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വിലയിരുത്താനാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഒരു ഘട്ടത്തിൽ BJPയെ താഴെയിറക്കാൻ CPMും കോൺഗ്രസും ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നേറേണ്ടി വന്നു. വരാനിരിക്കുന്ന കാലഘട്ടത്തിലും എന്തൊക്കെ ഗതിമാറ്റങ്ങൾ ഇന്ത്യ രാഷ്ട്രീയത്തിലുണ്ടാകും, ഏതൊക്കെ പാർട്ടികൾ എങ്ങോട്ടൊക്കെ പോകും എന്നൊന്നും വിലയിരുത്താൻ ഇന്നത്തെ സാഹചര്യത്തിലാവില്ല എന്ന് പറഞ്ഞാൽ അതിനെ തമാശയായി കാണേണ്ടതില്ല. അത് ഇന്ത്യ രാഷ്ട്രീയത്തിൻ്റെ ഗൗരവപൂർവമായ ഒരു ചിന്തയാണ്. റൈറ്റ്. MG രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MG രാധാകൃഷ്ണൻ, നേരത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ജാതകം ഇപ്പോൾ വായിക്കേണ്ടതില്ല എന്ന് KM മാണി സാർ പറഞ്ഞിരുന്നു. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതിയിൽ UDF നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് UDFിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനമുണ്ടായി എന്ന് പറയുകയും ചെയ്തു. ഇന്ന് അത്തരം വിമർശനങ്ങൾ ഉണ്ടായി എന്ന് PK കുഞ്ഞാലിക്കുട്ടി സമ്മതിക്കുന്നു. UDF രാഷ്ട്രീയത്തിൽ മുൻപില്ലാത്ത വിധത്തിലുള്ള അതൃപ്തി ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ ഉണ്ട് എന്നത് വ്യക്തമാകുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ തോന്നുന്നില്ല.
ഇത് പ്രധാനമായിട്ടും വിലപേശൽ രാഷ്ട്രീയം എന്നുള്ളതല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ ഈ നേരത്തെ ഇന്നിപ്പോ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിന്റെയും സങ്കീർണതകളുടെയും ഒക്കെ ഒരു വലിയ കൂത്തരങ്ങ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ വിലപേശുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാഴ്ച. അപ്പോൾ ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചുവടുവയ്പ് ആ വിലപേശലിന്റെ സമ്മർദ്ദത്തിന്റെ, അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ആരാണ് വെളിപ്പുറത്തല്ലാത്തത്, അദ്ദേഹം വളരെ പരമസത്യമാണ് പറഞ്ഞത്. ഒരുമാതിരി ചെറുകിട രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ വലിയ രാഷ്ട്രീയ പാർട്ടികൾ പോലും എങ്ങോട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ ചിന്തകൾ നടക്കുന്ന സമയത്ത് ഒരു നിലപാടിൽ കോൺഗ്രസിന്റെ കക്ഷത്തിൽ കൊണ്ട് തല വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരള കോൺഗ്രസ് വിലപേശി 2 സീറ്റ് ഏതാണ്ട് ഉറപ്പാക്കിയിരിക്കുന്നു കേരളത്തിൽ ലോക്സഭാ സീറ്റിൽ. അപ്പോൾ തങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്നുള്ളതല്ലാതെ അവർ ആര്യാടൻ മുഹമ്മദും കെ മുരളീധരനും എന്തോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെതിരായിട്ട് വാളെടുക്കുന്നതൊക്കെ ഒരു മറ മാത്രമാണ്. ഇത് കോൺഗ്രസിനോട് വിലപേശുന്നതിന്, ഇപ്പോഴത്തെ വിലപേശലിനും വരാൻ പോകുന്ന 2014 മുന്നോടിയായിട്ടും പിന്നോടിയായിട്ടും നടക്കാൻ പോകുന്ന വിലപേശലിന്റെ ഒരു ശംഖുലി എന്നുള്ളതല്ലാതെ മറ്റൊന്നുമല്ല. ശ്രീ എം ജി രാധാകൃഷ്ണൻ, താങ്കൾ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് 2 സീറ്റ് ചോദിച്ചാൽ മുസ്ലിം ലീഗ് കുറഞ്ഞത് 3 സീറ്റെങ്കിലും വേണം എന്ന ആവശ്യം ഉന്നയിക്കും. അതിനു വേണ്ടിയുള്ള ഒരു വിലപേശൽ, ആ സമ്മർദ്ദം ഉയർത്തുകയാണ് ലീഗ് എന്ന് തന്നെയല്ലേ? 100% അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സീറ്റ് വേണം, സീറ്റില്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണം. വിലപേശൽ അത് തെറ്റാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നിപ്പോ ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനത്തെ ഒരു മട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഏറ്റവും ശക്തമായി വിലപേശുന്നത് ആരാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ ഭാവി. ഈ 2014 തെരഞ്ഞെടുപ്പ് ഇതിന്റെ നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിലപേശൽ രാഷ്ട്രീയത്തിന്റെ ഒരു ബഹളമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യമേ ഒരു ചുവട് എടുത്തു വെച്ചു എന്നല്ലാതെ കോൺഗ്രസിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തു കൊടുക്കാതിരുന്നിട്ടോ ഈ കേരള രാഷ്ട്രീയത്തിൽ കേരള സർക്കാരിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യം അധികാരത്തിന്റെ കാര്യത്തിലായാലും അധികാരത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവുന്നതിലും ഒക്കെ ലീഗിനാണ്. അപ്പോൾ ഒരു പരാതിക്കും യാതൊരു അവകാശമില്ലാത്ത അവസ്ഥയിൽ ഈ ആര്യാടന്റെയും മുരളീധരന്റെയും വർത്താനം പറഞ്ഞ് എന്തോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി പറയുന്നത് വെറുതെ ഒരു വഴിപാട്, അതൊരു എക്സ്ക്യൂസ് മാത്രമാണ്. അവര് ഒരു ദീർഘകാല വിലപേശലിന്റെ വഴിയിലുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട വെടി പൊട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശ്രീ എം ജി രാധാകൃഷ്ണൻ, ഇപ്പോൾ ലീഗിന്റെ കാര്യത്തിൽ ഈ വിലപേശൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് പ്രകടിപ്പിച്ച അതൃപ്തി, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന അവരുടെ തോന്നൽ, ഇത്തരം പ്രശ്നങ്ങൾ എല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൂടി ഉണ്ടാവില്ലേ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ കലാപത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന വിമർശനത്തിന്റെ പിന്നിൽ? അത് രമേശ് ചെന്നിത്തല പോലും അത് ആത്മാർത്ഥമായിട്ടോ ഗൗരവത്തിലോ ഉന്നയിച്ചതല്ലെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അതിനുശേഷം മുസ്ലിം ലീഗിന്റെ മുമ്പിലൊക്കെ പോയി സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊക്കെ വാസ്തവത്തിൽ ഇവർക്കിപ്പോൾ വിലപേശാനുള്ള ഒരു ഒഴികഴിവുകളായിട്ട് അനുകൂലമായിട്ട് ഭവിച്ചിരിക്കുകയാണ്. ഇപ്പൊ അതെല്ലാം ചൂണ്ടിക്കാണിച്ചു. രമേശ് ചെന്നിത്തല ഏതോ ഒരു പ്രസംഗത്തിലൊന്ന് പറഞ്ഞു, ആര്യാടന്റെയും മുരളിയുടെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അവർക്ക് ഇപ്പോൾ സൗകര്യമായിരിക്കുന്നത്. അവർക്കൊരു ന്യായം വേണമല്ലോ അവർക്ക് വിലപേശാൻ. കോൺഗ്രസ്സുകാർ ഇങ്ങനെ പറഞ്ഞു. ഇതല്ലാതെ ഉമ്മൻചാണ്ടിയുടെ നിന്നോ KPCC നേതൃത്വത്തിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ കേന്ദ്ര കോൺഗ്രസിൽ നിന്നോ ഒന്നും യാതൊരു പ്രതികൂലമായിട്ടുള്ള ഒരു സമീപനവും ലീഗിനെതിരെ ഉണ്ടായിട്ടില്ല. ലീഗാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ നിലയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് 2014 ലക്ഷ്യം, ഈ മുമ്പത്തെ ഇപ്പോഴത്തെ ഒന്നും അല്ല കാര്യം. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ എം ജി രാധാകൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ലാലി വിൻസെന്റ്, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം മുസ്ലിം ലീഗ് ശക്തമായ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഒരുങ്ങുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവാം, അതിനു മുമ്പാവാം, അതിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദമാകാം. അത്തരമൊരു രാഷ്ട്രീയ സമ്മർദ്ദം, അത് തന്നെയല്ലേ യഥാർത്ഥ ലക്ഷ്യം ലീഗിൻ്റേത്? അതിനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. ഘടകകക്ഷികൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ അവരുടെ ശക്തി എന്താണ് എന്നും അവരുടെ ആവശ്യം എന്താണ് എന്നും സ്നേഹമായിട്ടും പിണക്കമായിട്ടും സമ്മർദ്ദമായിട്ടും ഒക്കെ കോൺഗ്രസിനെ അറിയിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. കോൺഗ്രസ് അതിനെയെല്ലാം സമചിത്തത്തോടെ മനസ്സിലാക്കുകയും
പരമാവധി അവരെ ശ്രവിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരോട് പൊരുത്തപ്പെട്ടു പോകുന്നതിനും തയ്യാറായിട്ടുമുണ്ട്. മുസ്ലിം ലീഗിന് നന്നായിട്ടറിയാം കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുകയും അവസരങ്ങൾ നൽകുകയും സഹവർത്തിത്വം കാണിക്കുകയും ചെയ്യുന്നത് പോലെ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവർക്ക് ഈ സൗകര്യങ്ങൾ നൽകുകയില്ല. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗും പരസ്പരം പൊരുത്തപ്പെടാനാവാത്ത രീതിയിൽ ആശയ വൈരുദ്ധ്യങ്ങൾ നിലനിർത്തുന്നവരാണ്. മുസ്ലിം ലീഗിന് താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഘടകകക്ഷികൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ, അതിന് കാതുകൊടുക്കാൻ കോൺഗ്രസ് എക്കാലവും തയ്യാറായിട്ടുണ്ട്. വളരെ സഹവർത്തിത്വത്തോടുകൂടി പെരുമാറുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറയാം. പക്ഷേ അത് വേറൊരു സാഹചര്യത്തിലാണെങ്കിൽ, കോൺഗ്രസ് ഇത്രത്തോളം ദുർബലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലല്ല എങ്കിൽ ഒരുപക്ഷേ ഈ സഹവർത്തിത്വത്തോടെയുള്ള പെരുമാറ്റം, ഘടകകക്ഷികൾ പറയുന്നത് കേൾക്കാനുള്ള സൗമനസ്യം, ഇതൊക്കെ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല എന്ന തോന്നൽ മുസ്ലിം ലീഗിനുണ്ട്, കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. അത് ആ വാദം ശരിയല്ല. കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ദുർബലമായി, കോൺഗ്രസ് മന്ത്രിസഭയിൽ ക്ഷീണമുണ്ടായി എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയുമില്ല. കാരണം ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ്. ഏത് മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, ഏത് മന്ത്രിമാരുടെ രാജ്യഭരണ കുശലതയെക്കുറിച്ചാണ് ജനം ആശങ്ക കാണിച്ചിട്ടുള്ളത്? ഒറ്റപ്പെട്ട അലോസരങ്ങൾ ഭരണത്തിലും ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ മേലും ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ ഏതെങ്കിലും മന്ത്രിമാരെക്കുറിച്ച്, അവരുടെ രാജ്യഭരണ കുശലതയെക്കുറിച്ച്, ജനസേവനത്തെക്കുറിച്ച് ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലേറി ഈ 2.5 വർഷക്കാലമായിട്ട് ഈ കാലഘട്ടത്തിനകത്ത് നടപ്പിൽ വരുത്തിയ സാമുദായിക സാംസ്കാരിക ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച്, സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിലുള്ള വീഴ്ചകളെക്കുറിച്ച് ഒന്നും ജനത്തിനും പരാതിയില്ല, മുസ്ലിം ലീഗിനും പരാതിയില്ല, കേരള കോൺഗ്രസിനും പരാതിയില്ല. പരാതികൾ സംഭവിച്ച ഒറ്റപ്പെട്ട ചില വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി. അത് UDFൻ്റെ പ്രതിച്ഛായയെ ബാധിക്കത്തക്ക രീതിയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കത്തക്ക രീതിയിൽ അത് ജനങ്ങളുടെ ഇടയിൽ വളരെ ചർച്ചാ വിഷയമായി എന്നുള്ള വസ്തുത ആകുലതയോടെ UDF കാണുന്നുണ്ടായിരുന്നു. ഘടകകക്ഷികൾ UDFിലെ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ലാലി വിൻസെന്റ് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ ഭരണത്തിൽ ഘടകകക്ഷികൾക്കോ മറ്റോ വേദനയുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. പിന്നെ എന്താണ് ലീഗിന്റെ വിമർശനം? മുസ്ലിം ലീഗ് പാർട്ടിയോട് ഇവർ വേദനാജനകമായി എന്തെങ്കിലും ചെയ്തു എന്നല്ല, ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. ആ കൂട്ടുത്തരവാദിത്തം ഒരു ചെറിയ കക്ഷിക്കും വലിയ കക്ഷിക്കുമൊക്കെ ഒരുപോലെ ബാധകമാണ്. അങ്ങനെ കൂട്ടുത്തരവാദിത്തത്തോടു കൂടി ഒരു മുന്നണിയിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എല്ലാവരുടേതുമാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ പരസ്പരമുള്ള, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എലിയെ ചുടാൻ വേണ്ടി എലിയെ കൊല്ലാൻ ഇല്ലം ചുടുക എന്ന് പറയുന്നൊരു ശൈലിയുണ്ട്. ആ ശൈലി ആരെങ്കിലും സ്വീകരിക്കപ്പെടാൻ പാടില്ല. ആരുടെ ഭാഗത്ത് നിന്ന് ആരോടുള്ള വിരോധമായാലും, അത് ഏത് ഭാഗത്തോടായാലും ഏത് പാർട്ടിയോടായാലും ഒക്കെ അത് മുന്നണിക്കാണ് ദോഷമുണ്ടാകുക. മുന്നണിക്ക് ദോഷമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാ കക്ഷികളെയും അത് ബാധിക്കും. ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വേദന ഉണ്ടാക്കും. ആ വേദന ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ യോജിച്ച് പോകണം, ഒന്നിച്ച് നിൽക്കണം, പരസ്പരമുള്ള വിശ്വാസത്തോടു കൂടി എടുക്കണം. ആരും ഒരു പാർട്ടിക്കകത്താകട്ടെ അല്ലെങ്കിൽ വിവിധ പാർട്ടികൾ തമ്മിലാകട്ടെ വിയോജിപ്പിൻ്റെ മാർഗം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ആവർത്തിച്ച് പറയുക എന്നുള്ള മുന്നണിക്കകത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ ചുമതലയാണ് മുസ്ലിം ലീഗ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചുമതലയാണ് ഞങ്ങൾ ഇപ്പോഴും നിർവഹിച്ചത്. അത് തീർച്ചയായും യോജിപ്പിന്റെ തലങ്ങൾ ഇല്ലാതാകുന്നത് എവിടെയാണ്? ആരാണ് യോജിപ്പിന്റെ തലങ്ങൾ ഇല്ലാതാക്കുന്നത്? അല്ലെങ്കിൽ യോജിപ്പുണ്ടാക്കാൻ മുൻകൈ എടുക്കേണ്ടത് ആരാണ്? അവരത് ചെയ്യുന്നില്ല എന്ന പരാതി മുസ്ലിം ലീഗിനില്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി സോണിയാജിയുടെ മുമ്പിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോണിയാജി UPAയുടെ അധ്യക്ഷയാണ്. കാരണം എല്ലാ നിലയിലും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള നേതൃത്വമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള സോണിയാജിയുടെ മുമ്പിൽ ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞതുകൊണ്ടാണ്. തീർച്ചയായും ആ കാര്യത്തിന് പരിഹാരമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും അതുകൊണ്ടാണ്. ആ പരിഹാരം, സോണിയാഗാന്ധിയുടെ മുൻപിൽ നിങ്ങൾ ഉന്നയിച്ച പരാതിക്കുള്ള പരിഹാരം വൈകുന്നു എന്ന തോന്നൽ മുസ്ലിം ലീഗിനുണ്ടോ? അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പിന്നെ
UDFിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ട്, അക്കാര്യം പാർട്ടിയുടെ പ്രവർത്തക സമിതി ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് നേതാവ് പരസ്യമായി പറയില്ലല്ലോ. അല്ല, ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കകത്ത് ചർച്ച നടക്കുക സ്വാഭാവികമല്ലേ. ഐക്യജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സർക്കാരിനെ കുറിച്ച് വിലയിരുത്തും, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിലയിരുത്തും. ആ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നതിന് പ്രയാസകരമാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഭാഗത്തിരുന്നുണ്ടെങ്കിൽ അത് വിലയിരുത്തും. അതിനാണല്ലോ സംസ്ഥാന പ്രവർത്തക സമിതി. സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കും. പക്ഷേ ആ ചർച്ചകളൊക്കെ നടന്നാലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ സവിശേഷത, അന്തിമമായ ഒരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടാൽ ആ പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ശക്തമായൊരു നേതൃത്വം, ഇച്ഛാശക്തിയുള്ളൊരു നേതൃത്വം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾ നയിക്കുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ അടുത്താണ് ആ നേതൃത്വത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഒരു വിലപേശലിന് വിനിയോഗിക്കാനുള്ള സാധ്യത ഇവിടെ MG രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു. കേരള കോൺഗ്രസ് M ആവശ്യപ്പെടുന്നത് 2 സീറ്റാണ്. മുസ്ലിം ലീഗ് പറഞ്ഞു 2-ലധികം സീറ്റിന് ഞങ്ങൾക്ക് അർഹതയുണ്ട് എന്ന്. അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചകൾ നീളുമോ? അതിലേക്കുള്ള സമ്മർദ്ദമാണോ ഇപ്പോൾ ഉയർത്തപ്പെടുന്നത്? അല്ല, മുസ്ലിം ലീഗ് പാർട്ടി കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യ രാഷ്ട്രീയത്തിലോ ഇന്നും ഇന്നലെയും ഉണ്ടായ പ്രസ്ഥാനമല്ലല്ലോ. 6 പതിറ്റാണ്ടിലേറെ കാലം ഇന്ത്യ രാഷ്ട്രീയത്തിൽ പാർലമെൻറ്റിലും നിയമസഭയിലും ഒക്കെ അംഗത്വമുള്ളൊരു പാർട്ടിയാണ്. അതിന് നേതൃത്വത്തിനും വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധമുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പാർട്ടിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അതിനനുസൃതമായി വിലപേശ രാഷ്ട്രീയം കളിക്കണോ, അങ്ങനെയൊന്നുമില്ല. 3 പതിറ്റാണ്ടിലേറെ കാലമായി കോൺഗ്രസുമായുള്ള ബന്ധം ഞങ്ങൾ നിലനിർത്തുന്നു. ഇന്ത്യയിലെ മിക്ക മതേതര കക്ഷികളുമായിട്ട് മുസ്ലിം ലീഗ് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മതേതര കക്ഷികൾക്കൊക്കെ മുസ്ലിം ലീഗുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ വിലപേശ രാഷ്ട്രീയമല്ല, അതിനപ്പുറം വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധത്തോടു കൂടി വിലപേശൽ രാഷ്ട്രീയത്തിനില്ല. മുസ്ലിം ലീഗ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 2 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. ഒരു വിലപേശൽ രാഷ്ട്രീയത്തിനും മുസ്ലിം ലീഗ് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? അല്ല, അതത് കാലഘട്ടങ്ങളിൽ പാർട്ടിയുടെ ശക്തി അനുസരിച്ച് ഓരോ പാർട്ടിയും അവരുടെ അംഗബലം വർദ്ധിപ്പിക്കണമെന്നും അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്നും ഒക്കെ ഏതൊരു പാർട്ടിക്കും ആഗ്രഹമുണ്ടാകും. അത് ആ പാർട്ടി പറയേണ്ടടുത്ത് പറയും, ചർച്ച ചെയ്യും. ആ ചർച്ചയിൽ ക്രിയാത്മകമായ പ്രായോഗികമായ പരിഹാരം എന്താണോ ആ പരിഹാരം ആ സമയത്ത്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് കൂടുതൽ ശക്തിയുണ്ട് എന്ന് പാർട്ടി വിശ്വസിക്കുന്നു. സ്വാഭാവികമായും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ തയ്യാറാകും. അല്ല, മുസ്ലിം ലീഗ് പാർട്ടി സീറ്റ് ആവശ്യപ്പെടേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഈ നിലവിലുള്ള സീറ്റ് മതിയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമാണ്. നേതൃത്വം അത് പറയുന്നത് വരെ എനിക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാനാവില്ല. അബ്ദുറഹ്മാൻ മടങ്ങിയെത്താം. ആനത്തലവട്ടം ആനന്ദൻ CPM നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കേരള കോൺഗ്രസ് M-ൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും ചില സൂചനകൾ, രാഷ്ട്രീയ സൂചനകൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഇടതുപക്ഷം അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നില്ല. അല്ല, അവരിൽ നിന്ന് വന്നിട്ടുള്ള സൂചനകൾ എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സൂചനകളാണ്, അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. അതല്ലാതെ ഇടതുപക്ഷം അവരെ ക്ഷണിക്കുകയോ അവരുടെ സഹായത്താൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനോ LDF ആലോചിച്ചിട്ടില്ല. ലീഗിന് അവരും UDF-ലുള്ള പ്രധാന കക്ഷിയായ കോൺഗ്രസും തമ്മിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ സോണിയാഗാന്ധി വരുമ്പോൾ ഇവിടെ തീരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഉമ്മൻചാണ്ടി അവർക്ക് വിമാന ടിക്കറ്റും കൊടുത്ത് ഡൽഹിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു, KM മാണിയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും എല്ലാം. അതും അവസാനം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. സോണിയാഗാന്ധി പറഞ്ഞ് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവരറിയാതെയാണ് ഇതെല്ലാം ബുക്ക് ചെയ്തത്. ഇത് അവർ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ്. അതിൽ ലീഗിന് വലിയ അസംതൃപ്തിയുണ്ട് കോൺഗ്രസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിലും പ്രശ്നങ്ങൾ തീരാത്തതിലും. പല പ്രാവശ്യം അവർ ആവശ്യപ്പെട്ടത് അവർ തമ്മിലുള്ള ഒരു വിലപേശലാണത്. നിങ്ങളിതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്നേ സ്വതന്ത്രമായ നിലപാടെടുക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിൽ പോവും എന്നൊക്കെ ഉള്ള അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള പറച്ചിലുകളാണ്. അതിലൊന്നും ഇടതുപക്ഷ മുന്നണിക്ക് ഈ വിലപേശൽ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സമ്മർദ്ദ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് മുതലെടുക്കാൻ ഒന്നും തന്നെ ഇല്ല. അല്ല, ഇതില് അവർ തമ്മിൽ നമ്മുടെ എതിരാളികൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു ദുർബലപ്പെടുകയോ ചെയ്യുന്നത് നമുക്ക് ഗുണമായിരിക്കും, മതേതര ശക്തികൾക്ക് ഗുണമായിരിക്കും. ആ മതേതര ശക്തികളുടെ മുന്നണി ഉണ്ടാക്കുന്നതിനെ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലാതെ ഏതെങ്കിലും ഒരു വർഗീയ ശക്തികളുടെ മുന്നണി ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ആനന്ദൻ, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് ഒരാവശ്യം ഉണ്ടായാൽ പോലും ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാൻ CPM തയ്യാറാവില്ല. ഇല്ല, ഖണ്ഡിതമായ നിലപാടാണ് CPM-ന്റേത്. ഖണ്ഡിതമായ നിലപാട് തന്നെയാണ്. മുസ്ലിം ലീഗുമായിട്ട് ഒരു ധാരണയും ഒരു ഐക്യവും ഉണ്ടാക്കാനായിട്ട് LDF-ഓ CPM-ഓ തീരുമാനിച്ചിട്ടില്ല.
ഒരുപക്ഷെ പ്ലീനത്തിൻ്റെ സാമ്പത്തിക സെമിനാറിൽ കേരള കോൺഗ്രസ് എം നേതാവ് KM മാണിയെ ക്ഷണിച്ചത് മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി ആയതുകൊണ്ട് അകറ്റി നിർത്താം, കേരള കോൺഗ്രസിന് ആ അയിത്തമില്ല എന്നതുകൊണ്ടാണോ? അല്ല, മതേതര പാർട്ടികളുമായിട്ട് ഇപ്പൊ ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ധാരണ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ പ്ലീനത്തിൽ KM മാണിയെ ക്ഷണിച്ചത് ഒരു ഐക്യത്തിന് വേണ്ടിയിട്ടില്ല. അതൊരു സാമ്പത്തിക വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സെമിനാറിൽ അത് സാധാരണ പാർട്ടി സമ്മേളനങ്ങൾ, ഈ പ്ലീനം മാത്രമല്ല പാർട്ടി സമ്മേളനങ്ങളും ട്രേഡ് യൂണിയൻ സമ്മേളനങ്ങളിലും വിവിധ വീക്ഷണമുള്ള ആൾക്കാരെ ക്ഷണിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാറുണ്ട്, അതിനൊരു അവസരം കൊടുക്കാറുണ്ട്. അത് മാത്രമേ അതിനകത്തുള്ളൂ. പ്ലീനത്തിൽ സാമ്പത്തിക സെമിനാറിലേക്ക് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ കേരള കോൺഗ്രസിന്റെ നേതാവും ധനകാര്യ മന്ത്രിയുമായ KM മാണിയെ ക്ഷണിക്കുന്നത് ഏതെങ്കിലും ഒരു ഐക്യമുന്നണി ഉണ്ടാക്കാനല്ല, എന്നാൽ മതേതര ശക്തികളുടെ മുന്നണിയും ധാരണയും ഉണ്ടാക്കാൻ ദേശീയ തലത്തിൽ തന്നെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കേരളത്തിൽ KM മാണി ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ കാര്യം ഇപ്പോൾ പറയണ്ടല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയമായ ചില സൂചനകളുണ്ട്. ആ സൂചനകൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇടതുപക്ഷം അതിനോട് ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കും എന്നതിൻ്റെ സൂചനയായി കൂടി കണ്ടുകൂടെ KM മാണിക്ക് പ്ലീനത്തിൻ്റെ സാമ്പത്തിക സെമിനാറിലേക്ക് കിട്ടിയ ക്ഷണം? ഇതില് കേരളത്തിലെ UDF ഭരണത്തിന് കീഴിൽ അസംതൃപ്തരായി വരുന്ന ജനവിഭാഗങ്ങൾ മാണിയുടെ കൂട്ടത്തിൽ, മാണി കോൺഗ്രസിനകത്തും ലീഗിനകത്തും ഉണ്ട്. ലീഗിനകത്ത് വിശ്വാസികളായ ആൾക്കാർ ഈ ദുർഭരണത്തിന്റെ കൂടെ നിൽക്കുന്നത് ശരിയല്ലെന്നുള്ള അഭിപ്രായം ഈ രണ്ട് പാർട്ടികളിലും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലായി മാണിക്കും കൂട്ടർക്കുമെല്ലാം തന്നെ അവരുടെ ഒരു അടിത്തറ എന്ന് പറയുന്ന കാർഷിക മേഖലയിൽ ഇടുക്കി ജില്ലയിലും മറ്റും ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ വലിയ ചോർച്ചയുണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ആ നിലയിൽ ആ അണികളെ, അവിടെ കൂടെ നിന്നവർ വിട്ടുപോകുന്ന അസംതൃപ്തരായ അണികളെ അടുപ്പിച്ചു നിർത്താനുള്ള പറച്ചിലുകളെല്ലാം KM മാണിയും നടത്തും, ലീഗും നടത്തും. അവർക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾ അപ്പുറത്ത് പോകും, നിങ്ങൾ ഇതെല്ലാം തിരുത്തണമെന്ന് പറഞ്ഞൊരു പ്രഷർ ടാക്ടിക്സ് അവർ ഉപയോഗിക്കുന്നതാണ്. കോൺഗ്രസിനകത്ത് വിലപേശാനുള്ള ഒരു ടാക്ടിക്സ് ആണ്. അതിനപ്പുറം ഒന്നും ഇതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് ഞങ്ങൾ കാണുന്നില്ല. റൈറ്റ്. ആനത്തലവട്ടം ആനന്ദൻ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ലാലി വിൻസെന്റ്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതാണ് നിലപാട്, അതുകൊണ്ട് തന്നെ UDF ഒരു കോട്ടമുണ്ടാകും എന്ന ഭീതി കോൺഗ്രസിന് വേണ്ട. കോൺഗ്രസിന് അങ്ങനെ ഒരു ഭയവും ഇല്ല. UDF ഒരു കോട്ടമുണ്ടാവും എന്ന് ഭയപ്പെടുന്ന അത്രത്തോളം ക്ഷീണിച്ച മാനസിക ഭാവമുള്ള ഒരു സംഘടനയല്ല കോൺഗ്രസ്. പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിട്ട് ശക്തിയാർജിച്ച് മുമ്പോട്ട് പോയ അനുഭവ സമ്പത്തുള്ള ഒരു സംഘടനയാണ്. ഘടക കക്ഷികൾക്ക് എത്രമാത്രം ഷെൽട്ടർ നൽകിയിട്ടുണ്ട്, എത്രമാത്രം അക്കോമഡേഷൻ നൽകിയിട്ടുണ്ട് എന്ന് ഘടക കക്ഷികൾക്കും അറിയാം. ഇടതുപക്ഷത്തേക്ക് അവർ ചായുമെന്ന് കോൺഗ്രസ് സങ്കല്പിക്കുന്നു പോലുമില്ല. ഘടകകക്ഷികൾക്ക് എത്രത്തോളം ഷെൽട്ടർ നൽകിയിട്ടുണ്ട് എന്ന് അവർക്കറിയാം എന്ന് പറയുമ്പോൾ തന്നെയാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഇവിടെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, കോൺഗ്രസ് വേണ്ടത്ര രീതിയിൽ UDF നയിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല, ആ നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് കൂടുതൽ ശക്തമായി വരേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ശ്രീ രണ്ടത്താണി പറഞ്ഞ ആ ഒരു വാക്യം നമ്മുടെ മനസ്സിലുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കലും അങ്ങനെ ഒരു ഭരണത്തിലോ അല്ലെങ്കിൽ നേതൃത്വം നൽകുന്നതിലോ ക്ഷയം സംഭവിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് വളരെ ശക്തമായി തന്നെ പാർട്ടിയെ മനോഹരമായി നയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. UDF ചില പ്രശ്നങ്ങൾ, അത് ഭരണത്തിൻ്റെ ഉള്ളിൽ മന്ത്രിമാർക്കിടയിലും ഭരണത്തിൻ്റെ ഇടയിലും എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ, ഏതെങ്കിലും മന്ത്രിമാരെക്കുറിച്ചോ അവരുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് UDF ഭംഗിയായി ശാന്തമായി ചർച്ച ചെയ്യുന്നതിനും UDF പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ UDF പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഘടകകക്ഷികളും കൂടി ഉത്തരവാദികളാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഘടക കക്ഷികൾ കൂടെ കോൺഗ്രസിൻ്റെ ഒപ്പം ഇരുന്ന് ഈ പ്രശ്നങ്ങൾ ശാന്തമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് ഭരണം പൂർത്തീകരിക്കുന്ന കാലം വരെയും ശക്തമായ ഭരണം ജനങ്ങൾക്ക് നൽകാൻ ബാധ്യസ്ഥരാണ്. UDF പ്രധാന പ്രശ്നം എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് അതാണ് വിശ്വസിക്കുന്നത്. UDF പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഘടകകക്ഷികൾ കൂടിയാണ്. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ, മുന്നണികൾ, പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ മാധ്യമങ്ങൾക്ക് നൽകി വാർത്തകൾ സൃഷ്ടിക്കുന്നവർ, ഇവരൊക്കെ UDF പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെയാണ്. അല്ല, ഇന്ത്യൻ രാഷ്ട്രീയം വേലിപ്പുറത്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ആനത്തലവട്ട ആനന്ദൻ
ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. CPM ഇന്ത്യയിലെ മതേതര മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന രീതിയൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അവസ്ഥയും അദ്ദേഹം പഠിക്കണം. ബംഗാളിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും CPMനുണ്ടായ വൻ പരാജയത്തെ അദ്ദേഹം കാണാതിരുന്നുകൂടാ. ഒരൊറ്റ MP തെരഞ്ഞെടുത്തയക്കാൻ കഴിയാത്ത പരുവത്തിലാണ് പശ്ചിമ ബംഗാൾ. പിന്നെ ത്രിപുരയാണുള്ളത്. ത്രിപുരയിൽ 2 സീറ്റാണ് ലോക്സഭയിലേക്ക് ആകെയുള്ളത്. പിന്നെ കേരളമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര മുന്നേറ്റത്തിൽ ചില വ്യതിയാനങ്ങളൊക്കെ വേണ്ടി വരും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. തങ്ങൾക്കതാകില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാഷ്ട്രീയത്തിൽ മതേതര ശക്തികളുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്ന അന്തരീക്ഷം രൂപപ്പെട്ടു വരണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി മറ്റുള്ള ഏത് ഘടകകക്ഷിയേക്കാളും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കാരണം ആ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്തമുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് കൂട്ടുത്തരവാദിത്തത്തോടു കൂടി നിന്ന് ഒറ്റ നേതൃത്വം ഒന്നിച്ച് നിന്ന് ഘടകകക്ഷികളെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ടാണ് സ്വന്തമായി ഒറ്റയ്ക്ക് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാൻ ലീഗ് തീരുമാനിച്ചത്. ആ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ടോ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിൽ? അല്ല, മുസ്ലിം ലീഗ് പാർട്ടി പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ നടത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഞങ്ങളുടെ മണ്ഡലം കൺവെൻഷൻ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന്റെ പാർട്ടി കൺവെൻഷൻ നടന്നു. എല്ലാ ജില്ലകളിലും. അത് തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസിനെ കാത്തു നിൽക്കാതെ ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുകയാണ്, അതിന്റെ പ്രചാരണത്തിന് ഇറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് കൺവെൻഷനുകൾ വിളിച്ചത്. കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുന്നില്ല എന്ന വിമർശനം തന്നെയായിരുന്നു അന്ന് ഉന്നയിച്ചത്. ആ കോൺഗ്രസ് ഇപ്പോൾ എന്തെങ്കിലും മാറ്റം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടി കൺവെൻഷനുകൾ നടത്തി ഞങ്ങൾ മുന്നോട്ട് പോയത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പ് നിലനിർത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ആ ലക്ഷ്യം തന്നെയാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയോട് കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്നതല്ല. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഏറ്റവും വലിയ ഭീഷണിയായി രാജ്യത്തിലെ മതേതര ശക്തികൾ കാണുന്നത് വർഗീയ ശക്തികളുടെ തിരിച്ചുവരവാണ്. വർഗീയ ശക്തികൾ ഇവിടെ വരാൻ പാടില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവർ നടത്താൻ പോകുന്ന ആ ഒരു തിരിച്ചറിവിന് അനുസൃതമായി കേരളത്തിലെ UDF സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ടോ? ആ ചോദ്യമാണ് പ്രധാനം. അവിടെയാണ് മുസ്ലിം ലീഗ് വിമർശനം ഉന്നയിക്കുന്നതും അത് തന്നെയാണ് പ്രവർത്തക സമിതിയിൽ ഉയർന്ന വിമർശവും. ഞാൻ പറയട്ടെ, കോൺഗ്രസിനെ പോലെയുള്ളൊരു കക്ഷിക്ക് ഒരു ശക്തമായ തീരുമാനം കൊണ്ട് കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചെറിയ പാകപ്പിഴവുകളാണ് ഐക്യജനാധിപത്യ മുന്നണിയിലുള്ളൂ. അത് കോൺഗ്രസ് വിചാരിച്ചാൽ തീരുന്നതാണ്, മറ്റ് മുന്നണിയെ പോലെയല്ല. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെട്ടുറപ്പോടുകൂടി മുന്നണിയെ കൊണ്ടുപോകണം എന്നുള്ള ഒരൊറ്റ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഒന്നിച്ചിറങ്ങിയാൽ ഒരു നിമിഷം കൊണ്ട് തീർത്ത് ഏത് തെരഞ്ഞെടുപ്പിനെയും നേരിടാനുള്ള കരുത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി പോകണം. അതിന് കോൺഗ്രസ് നേതൃത്വപരമായ പങ്ക് വഹിക്കണം. എന്തെങ്കിലും മുസ്ലിം ലീഗ് പാർട്ടി എന്തൊക്കെയാണോ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ വെച്ചത് ആ വിഷയങ്ങൾക്ക് ചെറിയ രീതിയിൽ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നത്. ആ ചെറിയ പരിഹാരങ്ങൾ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. നാളെ PK കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ പോകുന്നുണ്ട്. സോണിയാഗാന്ധിയെ കണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കണ്ട് ചർച്ച നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ചെറിയ പരിഹാരം അവിടെ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷയുണ്ട് താങ്കൾക്ക്? അല്ല, തീർച്ചയായും. കോൺഗ്രസ് പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ, 3 പതിറ്റാണ്ട് കാലമായി ഇന്ത്യ രാഷ്ട്രീയത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതല്ലേ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും ഒരുപോലെ നിൽക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ആവർത്തിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു ചെറിയ ക്ഷീണമുണ്ടായാൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയെ ബാധിക്കും. മുസ്ലിം ലീഗ് പാർട്ടിക്കകത്ത് ഒരു ക്ഷീണമുണ്ടായാൽ അത് UDFനെ ബാധിക്കും. ഇതിൽ ഓരോ ഘടകകക്ഷിയിൽ കെട്ടുറപ്പോടുകൂടി നിൽക്കണമെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും ആ പരസ്പരമുള്ള സ്നേഹവും കെട്ടുറപ്പും ഐക്യവുമൊക്കെ ഒരുമിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകുക എന്നത് വരാനിരിക്കുന്ന ചെറിയ ചെറിയ പരിഹാരങ്ങളാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അതുപോലും നടക്കുന്നില്ല. അതുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരിക്കൽ കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കാണാൻ പോകേണ്ടി വരുന്നത്. അത്രത്തോളം ചെറിയ പരിഹാരങ്ങൾ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത വിധത്തിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടിരിക്കുന്നു എന്നാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞതിൻ്റെ മലയാളം. അല്ല, അങ്ങനെ കോൺഗ്രസ് ദുർബലപ്പെട്ടിട്ടില്ല. UDFന്റെ ഭരണവും ദുർബലപ്പെട്ടിട്ടില്ല. കോൺഗ്രസിൻ്റെ മേലോ UDFന്റെ മേലോ ജനത്തിന് പരാതിയില്ല.
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗ് UDFിലെ ശക്തമായ ഘടകകക്ഷിയാണ്. കോൺഗ്രസ് എന്ന വലിയ വൻ വൃക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ വലിയ ഒരു വൃക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വൃക്ഷം ചെയ്യേണ്ടത് വൻ വൃക്ഷത്തെ തകർക്കുകയല്ല, ചേർന്ന് നിൽക്കുക തന്നെയാണ്. ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഏറ്റവും വലിയ വടവൃക്ഷമായ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വൃക്ഷമായ മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് കൊടുത്ത സ്നേഹം, കരുതൽ, അത് ഇനിയും ഉണ്ടാവും. പിന്നെ ചെറിയ ചെറിയ പരിഹാരങ്ങളെക്കുറിച്ച്, അതേക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നാളെ ശ്രീ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ പോകുന്നുണ്ടല്ലോ, AICC പ്രസിഡന്റിനെ കാണുന്നുണ്ടല്ലോ. ചർച്ചയ്ക്ക് പരിഹാരമുണ്ടായാൽ പിന്നെ പരിഭവത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വർഗീയ കക്ഷികളെ നേരിടാനായിട്ട് മതേതര കക്ഷികൾ ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ശ്രീ രണ്ടത്താനിയുടെ ആ ആഹ്വാനം, അതേ ആഹ്വാനം തന്നെയാണ് UDFിൻ്റെ ആഹ്വാനവും. വലിയ വൃക്ഷത്തോട് ചേർന്ന് നിന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകും, ചെറിയ പരിഹാരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും. അല്ല, ഞങ്ങളൊരിക്കലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യം മുഴുവൻ പടർന്നു നിൽക്കുന്നൊരു വലിയ കക്ഷിയാണെന്ന് ഞങ്ങൾ ആരും പറയാറില്ല. ഞങ്ങളിവിടെ പറയുന്നത് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വളർച്ചയുണ്ടാക്കുന്നു. അതുപോലെ തന്നെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. അതുതന്നെ തുല്യമായ ഓഹരി വെപ്പിൽ ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനം മുന്നിൽ നിൽക്കുന്നു. IT മേഖലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ ജനസമ്പർക്ക പരിപാടി കൊണ്ട് കേരളത്തിലെ സാധാരണക്കാർക്ക് അധികാരത്തെ പ്രാപ്യമാക്കിയെടുക്കാൻ കഴിയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങളുള്ളൊരു ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനമധ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. മുസ്ലിം ലീഗ്, കോൺഗ്രസും മുസ്ലിം ലീഗും ഒരു വലിയ വൃക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും അവർ തയ്യാറാണ്. അവിടെ നിന്നുള്ള സൂചനകൾക്കനുസരിച്ച് ആരെയും ഉൾക്കൊള്ളാൻ LDF തൽക്കാലം ആലോചിക്കുന്നുമില്ല. കേരളത്തിലെ മുന്നണി സംവിധാനം കഴിഞ്ഞ 2 ദശകമായി തുടരുന്ന അതേ രീതിയിൽ തന്നെ തുടരും. ഇവിടെ ലാലി വിൽസൺ പറഞ്ഞ ഒരു കാര്യത്തെ രണ്ടത്താണ് നിഷേധിക്കുകയുണ്ടായി. കോൺഗ്രസ് ഒരു വടവൃക്ഷമാണ്, ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയുണ്ടായി രണ്ടത്താണ്. കോൺഗ്രസ് വടവൃക്ഷം എന്ന് പറഞ്ഞ് വളർന്നു നിൽക്കുന്നത് എവിടെയൊക്കെയാണ്? ഇപ്പൊ നേരത്തെ രണ്ടത്താണി പറയുണ്ടായല്ലോ ബംഗാളിൽ എന്താ സ്ഥിതിയാണെന്ന്. ബംഗാളിൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? അവിടെ നിങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തിയെ തകർക്കുന്നതിൽ ഒരു ശക്തിയെ മമതയുമായി കൂട്ടുപിടിക്കുകയല്ലേ ചെയ്യുന്നത്? എന്താ ഈ വടവൃക്ഷം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അവസ്ഥ? രാജസ്ഥാനിലെ സ്ഥിതി എന്താ? മധ്യപ്രദേശിലെ സ്ഥിതി എന്താ? ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ ജന്മനാടിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് UPയുടെ സ്ഥിതി എന്താ? തമിഴ്നാടിന്റെ സ്ഥിതി എന്താ? ഈ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന് വല്ല മേൽവിലാസവും ഉണ്ടോ? അതുകൊണ്ടാണ് രണ്ടത്താണി പറഞ്ഞത് അത് വടവൃക്ഷമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കേരളത്തിൽ ഞങ്ങൾ UDFിൽ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ലാലി വിൽസണിന്റെ അഭിപ്രായത്തെ രണ്ടത്താണി തന്നെ നിഷേധിക്കുകയുണ്ടായി. ഞങ്ങൾ ഇന്ത്യ രാജ്യത്താകെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വടവൃക്ഷമാണെന്നുള്ള അവകാശമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ UDFും UPA ഗവൺമെന്റും തുടർന്ന ജനവിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരായി ഒരു ബദൽ നിലപാട് നയം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. ഈ 2 സർക്കാരുകൾക്കും എതിരായ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിലപ്പുറം മുന്നണി മാറ്റങ്ങൾക്ക് കക്ഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് തൽക്കാലം ഇടതുമുന്നണിയോ CPM-ഓ സ്വീകരിക്കില്ല. ഇല്ല, ഞങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷിയെ ചാക്കിട്ട് പിടിച്ച് ഈ ഗവൺമെന്റ് അട്ടിമറിക്കാനോ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനോ ആഗ്രഹിക്കണമെന്ന് ആദ്യം തന്നെ അസന്നിധമായി പറഞ്ഞല്ലോ. റൈറ്റ്. ആനന്ദൻ വളരെയധികം